കഴിഞ്ഞ 5 ദിവസത്തിനിടെ ഇത് 6ാമത്തെ എക്സ്പ്ലോഷനാണ് അമേരിക്കൻ ഓയിൽ റിഫൈനറികളിൽ നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇപ്പോഴിതാ ടെക്സസിലെ എച്ചോയിനടുത്തുള്ള നക്കോഡോച്ച് കൗണ്ടിയിൽ വൻ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ എന്നുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ടെക്സസിലെ നക്കോഡോച്ച് കൗണ്ടിയിലെ ഒരു എണ്ണക്കിണർ സ്ഥലത്ത് വലിയ സ്ഫോടനമുണ്ടായിരിക്കുന്നു, തീപിടുത്തമുണ്ടായിരിക്കുന്നു. നക്കോഡോച്ച് കൗണ്ടി ഷെരീഫ് ഓഫീസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ സ്ഫോടനം സ്ഥിരീകരിച്ചു. സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. എറ്റോയിലിന് തൊട്ടുപടക്കുള്ള FM 226 1500 ബ്ലോക്കിൽ നിരവധി ഫസ്റ്റ് റെസ്പോണ്ടർമാരോടൊപ്പം ഡെപ്യൂട്ടികളും സ്ഥലത്തുണ്ട്. നിലവിലൊരു എണ്ണക്കിണർ സ്ഥലത്ത് തീപിടുത്തമുണ്ടായിട്ടുണ്ട്. സ്ഥലത്തെ എല്ലാ തൊഴിലാളികളെയും രക്ഷപ്പെടുത്തിയെന്നും അവരെ ഒഴിപ്പിച്ചതായും പ്രാഥമിക റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. സ്ഥിതിഗതികളും സമഗ്ര വിലയിരുത്തലുകളും നടത്താൻ ഫസ്റ്റ് റെസ്പോണ്ടർമാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മുൻകരുതൽ എന്ന നിലയിൽ ഞങ്ങൾ CR 561 താമസക്കാരെ ഒഴിപ്പിക്കുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു എന്നാണ് നക്കോഡോച്ച് കൗണ്ടി ഷെരീഫ് ഓഫീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും എറ്റോയിലിന് തൊട്ടുവടക്ക് FM 226 ഈ ബ്ലോക്കിൽ സ്ഫോടനമുണ്ടായത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 6th മേജർ എനർജി ഇൻഫ്രാസ്ട്രക്ചർ ഇൻസിഡന്റ് ഇൻ ജസ്റ്റ് 5 days എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് അമേരിക്കയിലെ മേജർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സിൽ നടക്കുന്ന ആ സ്ട്രക്ചറിൽ നടക്കുന്ന 6ാമത്തെ ഒരു തീപിടുത്തമാണിത് 5 ദിവസത്തിനുള്ളിൽ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. നിരന്തരം യുദ്ധത്തിൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ തകർക്കുമെന്നും എണ്ണപ്പാടങ്ങൾ തകർക്കുമെന്നും അമേരിക്ക പറയുന്നുണ്ട്. ഈ സമയത്താണ് അമേരിക്കയ്ക്കുള്ളിൽ അമേരിക്കയുടെ 6ാമത്തെ ഓയിൽ റിഫൈനറി കത്തുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഓയിൽ റിഫൈനറിയോ അല്ലെങ്കിൽ ഓയിൽ റിഗോ കത്തുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള കോളിളക്കം തന്നെ അമേരിക്കയ്ക്കകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.